ഇന്ന് വേറൊരു ക്വസ്റ്റ്യനാണ് ചെയ്യാൻ പോകുന്നത്. ദ പവർ ഓഫ് എ ലെൻസ് ഈസ് പോസിറ്റീവ് ഫോർ ഡയോപ്റ്റർ. ഫൈൻഡ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദിസ് ലെൻസ്. An object is placed at a distance of 50 cm from the optical center of this lens. State the nature and magnification of the image formed by the lens. Okay. ഇതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് പവർ തന്നിട്ടുണ്ട് അല്ലേ. പവർ ഈസ് ഈക്വൽ ടു എന്താണ്? പോസിറ്റീവ് ഫോർ ഡയോപ്റ്റർ ആണ്. അത് വെച്ചിട്ട് നമുക്ക് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാം. എഫ് ഈസ് ഈക്വൽ ടു 1/p. അപ്പോൾ എന്ത് വരും? എഫ് ഈസ് ഈക്വൽ ടു പിക്ക് പകരം 4 കൊടുക്കാം. 1/4 സോൾവ് ചെയ്താൽ നമുക്ക് 0.25 മീറ്റർ വരും. അത് എത്ര സെൻറ്റിമീറ്റർ ആണ്? 25 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പം ഫോക്കൽ ലെങ്ത് പോസിറ്റീവായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അതിനർത്ഥം അത് ഏത് ലെൻസാണ്? കൺവേർജിങ് ലെൻസ്, അതല്ലെങ്കിൽ എന്ത് പറയും? കോൺവെക്സ് ലെൻസാണ്. ഓക്കെ, കിട്ടിയോ? പോസിറ്റീവാണ് ആൻസർ വന്നത്, അതുകൊണ്ട് കൺവേർജിങ് ലെൻസ് ആയിരിക്കും. ഇനി ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട്? യു ഈക്വൽ ടു 50, അതായത് യു ഈക്വൽ ടു -50 ആണ്. അപ്പം നമുക്ക് ലെൻസ് ഫോർമുല വെച്ചിട്ട് ചെയ്യാം. 1/f ഈക്വൽ ടു 1/v മൈനസ് 1/u. നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. എഫിന് പകരം 25, യുവിന് പകരം -50. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, രണ്ട് നെഗറ്റീവ് സൈൻ അടുത്തടുത്ത് വരുമ്പോൾ അതെന്തായി മാറും? പോസിറ്റീവായിട്ട് മാറും. അടുത്ത സ്റ്റെപ്പിൽ എങ്ങനെ എഴുതാം? 1/25 ഈക്വൽ ടു 1/v പ്ലസ് 1/50. അത് മാറി കണ്ടോ? അത് നമുക്കെന്ത് ചെയ്യാം? 1/v ഈക്വൽ ടു എന്നുള്ള രീതിയിലേക്ക് മാറ്റാം. 1/25 മൈനസ് 1/50 ഈക്വൽ ടു 1/v. അതായത് ആ പോസിറ്റീവ് പ്ലസ് 1/50 ഈക്വൽ ടു സൈൻ്റെ അടുത്ത ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുമ്പോൾ എന്തായി? മൈനസ് ആകും. അപ്പം 1/25 മൈനസ് 1/50 ഈസ് ഈക്വൽ ടു 1/v. ഇനി എങ്ങനെ സോൾവ് ചെയ്യും? നിങ്ങൾക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ഓക്കെ, 50 മൈനസ് 25 ഡിവൈഡഡ് ബൈ 25 ഇൻറ്റു 50 ഈക്വൽ ടു 1/v. നമുക്ക് എന്ത് ചെയ്യാം? 25/1250 ഈസ് ഈക്വൽ ടു 1/v എന്ന് കിട്ടും. അങ്ങനെ v എന്ത് ചെയ്യാൻ പറ്റും? 1/v ഈക്വൽ ടു 1/50യും v ഈക്വൽ ടു 50 സെൻറ്റിമീറ്ററും. അപ്പോൾ നമുക്ക് വിയും കിട്ടി. ഇനി നമുക്ക് കാണേണ്ടത് മാഗ്നിഫിക്കേഷനാണ്. നമുക്ക് അറിയാം m ഈക്വൽ ടു hi/ho ഈക്വൽ ടു v/u. ഓക്കെ, ഇനി അവിടെ നിന്ന് എന്ത് ചെയ്യാം? നമുക്ക് വിയും യുവും